താണ്ഡവമാടുകയാണ് ഹിസ്ബുള്ള. താണ്ഡവമാടുന്ന ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന ലോക ശക്തി. ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ താണ്ഡവമാടുകയാണ്. ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പറന്നുകയാണ്. ഇസ്രായേൽ വെടിനിർത്താൻ തയ്യാറാണ്. അമേരിക്കയാണ് മധ്യസ്ഥത വഹിക്കുന്നത്. പക്ഷേ വെടിനിർത്താൻ ഹിസ്ബുള്ള തയ്യാറല്ല. അവർ പറയുന്നത് ഹമാസുമായുള്ള പോരാട്ടം ഇസ്രായേൽ നിർത്തണം. ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ നൽകുന്ന മരണവിധി അത് നിർത്തലാക്കണം. ഗസയിലെ കുഞ്ഞുങ്ങളെയും ഗസയിലെ പാവപ്പെട്ട ഗർഭിണികളെയും വൃദ്ധരെയും ക്യാൻസർ രോഗികളെയും ക്യാൻസർ അടക്കമുള്ള മാരക രോഗത്തിൽപ്പെട്ടവരെയും ആക്രമിക്കരുത്. ആ ആക്രമണം നിർത്തിയാൽ അപ്പോൾ വെടിനിർത്തൽ. ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ്. പക്ഷേ ആ വെടിനിർത്തൽ ആഹ്വാനം ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരുമിച്ച് നിന്ന് ഹിസ്ബുള്ളയോട് അഭ്യർത്ഥിച്ചു, വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളോ എന്ന ചോദ്യം. അവർക്ക് അങ്ങനെ വെടിനിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സ്വയം പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാണ്. പക്ഷേ ഹിസ്ബുള്ള പിന്മാറണ്ടേ? അവിടെയാണ് പ്രശ്നം രൂക്ഷമായി മാറുന്നത്. അവിടെയാണ് യുദ്ധം അവസാനമില്ലാതായി പോകുന്നത്. ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള അംഗീകരിച്ചാൽ മാത്രമേ ലെബനൻ ശാന്തമാകൂ. പക്ഷേ ഹിസ്ബുള്ള അത് അംഗീകരിക്കണമെങ്കിൽ ഗസയിലെ ഇസ്രായേൽ സേന പിന്തിരിയണം. പൂർണ്ണമായും പിന്തിരിയണം. എങ്കിൽ മാത്രമേ വെടിനിർത്തലിന് ഹിസ്ബുള്ള തയ്യാറാവുകയുള്ളൂ. ഹിസ്ബുള്ള ഇന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. ഇസ്രായേലിൻ്റെ വലിയ നഗരമായ പ്രസ്റ്റീജ് നഗരമായ ഹൈഫൈ ഒന്നുമല്ലാതായി മാറി. അതൊരു പ്രേത നഗരമായി മാറി. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തി ഹിസ്ബുള്ള. അത്ര ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ 2 പ്രാവശ്യമാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. അത്ര രൂക്ഷമാണ് യുദ്ധം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം രൂക്ഷമായി തന്നെ ഹിസ്ബുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ കീഴടങ്ങിയിട്ടില്ല എന്നവർ പറയുന്നു. നിങ്ങൾ കീഴടങ്ങുന്നെങ്കിൽ ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകുക. ഗസയിലെ ജനങ്ങൾക്ക് അവശേഷിക്കുന്ന ജീവൻ കൊടുക്കുക. ഗസയിലെ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുക. അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേലിന് മുമ്പിൽ വെച്ചിരിക്കുന്ന സമവായം. ആ സമവായം പ്രാവർത്തികമായാൽ മാത്രമേ വെടിനിർത്തൂ ഹിസ്ബുള്ള എന്നാണ് ബ്രേക്കിംഗ് ന്യൂസായി ഞങ്ങൾ പുറത്തുവിടുന്നത്.